മാലിന്യത്തിൽ മുങ്ങിയ കൊല്ലം സിവിൽ സ്റ്റേഷനെ നമ്മൾ കണ്ടതാണ്. അതിൽ നിന്ന് ഒട്ടും തന്നെ വ്യത്യസ്തമല്ല കൊല്ലത്തെ KSRTC ബസ് സ്റ്റാൻഡ്. രണ്ടാഴ്ചക്കിടെ 14ഓളം ജീവനക്കാർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. നിരവധി യാത്രക്കാർ വന്നെത്തുന്ന കൊല്ലം KSRTC ബസ് സ്റ്റാൻഡും പരിസരവും വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് പ്രവർത്തിക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് തത്സമയം ചേരുകയാണ്. പ്രശാന്ത്, കൊല്ലം സിവിൽ സ്റ്റേഷൻ മാലിന്യത്തിൽ മുങ്ങിയിരിക്കുന്നു. KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥയും വ്യത്യസ്തമല്ല എന്നാണ് പ്രശാന്ത് റിപ്പോർട്ടിൽ പറയുന്നത്. ഇവിടെ ഇത് വൃത്തിയാക്കിയെടുക്കാൻ ബന്ധപ്പെട്ടവർ, ഉത്തരവാദപ്പെട്ടവർ എന്താണ് ചെയ്യുന്നത്? കൊല്ലത്തിൻ്റെ MLA ഈ ദയനീയ കാഴ്ചകൾ ഒന്നും കാണുന്നില്ലെന്നാണോ, അതോ ഇതൊക്കെ അറിഞ്ഞിട്ടും മിണ്ടാതെ ഇരിക്കുകയാണോ? എന്താണ് പ്രശാന്ത് അവിടെ നിന്ന് പറയാനുള്ളത്? നാട്ടുകാർക്ക് പരാതിയുണ്ടാകും, ആവലാതിയുണ്ടാകും. അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രശാന്തിലൂടെ അറിയിക്കാനുള്ളത്? അനിൽ നമ്പ്യാർ, ഞാൻ നിൽക്കുന്നത് KSRTC ബസ് സ്റ്റാൻഡിന്റെ മുൻവശത്താണ്. തൊട്ടടുത്തായിട്ട് ഈ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ ഈ ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികളടക്കം വലിയ പരാതികളാണ് ഉന്നയിക്കുന്നത്. ഈ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് സമീപത്ത് ഒരു മൂത്രപ്പുരയുണ്ട്. ആ മൂത്രപ്പുരയിലെ അഴുക്ക് വെള്ളമല്ല, മലിനജലമെല്ലാം പൊട്ടി ഒലിച്ച് കിടക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ആ മൂത്രപ്പുരയ്ക്ക്, ശുചിമുറിക്ക് ഉള്ളിൽ നിന്നുള്ള വെള്ളം കൂടി പുറത്തേക്ക് വരുന്നു. ഇവിടെയെല്ലാം ആ വെള്ളം ഈ പുറത്തേക്ക് ആളുകൾ നടന്നു പോകുന്ന സ്ഥലത്തേക്ക് ഒഴുകി വരുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല അവിടങ്ങളിലായി കൊതുക് മുട്ടയിട്ട് പെരുകുകയും ദുർഗന്ധം വമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ നിലയിലും അത് സംസ്കരിക്കാത്ത നിലയിലും അല്ലെങ്കിൽ ആ മാലിന്യങ്ങൾ മാറ്റി സ്ഥാപിക്കാത്ത നിലയിലെല്ലാം ഇങ്ങനെ അഴുക്ക് മൂടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ KSRTC ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെയാണ് അഷ്ടമുടി കായലും സ്ഥിതി ചെയ്യുന്നത്. നിരവധി ടൂറിസ്റ്റുകളായിട്ടുള്ളതും അല്ലാതെയും ഒക്കെ നിരവധി ആളുകളാണ് ഈ ഒരു ബസ് സ്റ്റാൻഡിനെ ആശ്രയിക്കുന്നത്. മാത്രമല്ല ഇത് ടൗണിന് ഒത്ത നടുക്കുള്ള ഒരു ബസ് സ്റ്റാൻഡാണ്. ദിവസവും വിവിധ സ്ഥലത്തേക്ക്, അത് തൃശ്ശൂർ മേഖലയിലും അല്ലെങ്കിൽ എറണാകുളം ഭാഗത്തേക്കായാലും അല്ലെങ്കിൽ പോലും തിരുവനന്തപുരം ഭാഗത്തേക്ക് ഒക്കെ നിരവധി ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണ്. മാത്രമല്ല നിരവധി ജീവനക്കാരുണ്ട്, അതുപോലെ തന്നെ ഓട്ടോ തൊഴിലാളികളുണ്ട്. ഇവരെല്ലാം ഇതിനോട് ചേർന്നാണ് നിൽക്കുന്നത്. ഈ നമ്മളോടൊപ്പം ഓട്ടോ തൊഴിലാളികളും ചേരുന്നുണ്ട്. ചേട്ടാ, നിങ്ങളൊക്കെ ഇവിടെ നിന്നാണ് ജോലി ചെയ്യുന്നത്. ഇത്തരത്തിൽ ഇങ്ങനൊരു മലിനജലം കെട്ടിക്കിടക്കുന്നു. എത്ര നാളായി ഇങ്ങനൊരു ഈ ഓട പൊട്ടിയൊടിച്ച് അല്ലെങ്കിൽ ഈ മൂത്രപ്പുരയെന്നെല്ലാം വെള്ളങ്ങളെല്ലാം വീട് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? 2 മാസത്തോളമായി ഇത് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പല അധികാരികളും വന്ന് നോക്കുന്നുണ്ട്, കാണുന്നുണ്ട്. 2 ദിവസമായി കൊണ്ടുവന്ന് കുറച്ച് മരുന്ന് കളിച്ചിട്ട് പോയി ഒരു മാഡം. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞുകൊണ്ടപ്പോൾ തളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ഓട കൊണ്ട് കാണിച്ചു കൊടുത്തു. ഓടയെന്ന് പറഞ്ഞാൽ കക്കൂസിലെ മലം മൊത്തം കിടക്കുന്ന ഓടയിലാണ്. ആ ഓടയിൽ നിന്ന് അട്ടമുടി കായലിലോട്ടാണ് അത് പോകുന്നത്. ആ ഓട ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിൽക്കാൻ വയ്യ, അത്രയ്ക്ക് സ്മെല്ലാണ്. മഴ പെയ്തു പോയാൽ വെള്ളം മൊത്തം ഈ മാനുകൾ വഴി ഒഴുകിഞ്ഞിറങ്ങും. അതുകൂടെ ചവിട്ടി കാല് വരെ പൊട്ടി അളിഞ്ഞാണ് ഇരിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥിതിവിശേഷമാണ് വന്നിരിക്കുന്നത്. ഈ വെള്ളത്തിൽ ചവിട്ടിയാണ് ഈ കായ് മുറിവെല്ലാം ഈ വെള്ളത്തിൽ ചവിട്ടികളാണോ? ഈ അടുക്ക വെള്ളത്തിൽ ചവിട്ടി കിടക്കുന്നതിൻ്റെ ഇതാണ് വരുന്നതെന്ന് പറഞ്ഞു. ഈ വെള്ളം മൊത്തം കെട്ടിയിരിക്കും. ഇവിടെ KSRTC സ്റ്റാൻഡിൽ നിന്ന് വെള്ളം ഒഴുകി പോകാനുള്ള വഴിയില്ല. അത് അവർ കുത്തിയെടുത്തവരുമില്ല. ഞങ്ങൾ തന്നെ ഓട്ടോറിക്ഷക്കാരാണ് പോയി കുത്തി അവിടെ വിടുന്നത്. അവിടുത്തെ ജോലിക്കാർ പോലും അറിയുന്നൊന്നും ചെയ്യത്തില്ല. ഇവിടെയൊക്കെ കൊല്ലത്തൊക്കെ ഈ ഡെങ്കുപ്പനിയും അതുപോലെ തന്നെ എലിപ്പനിയൊക്കെ പടർന്നു പിടിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇവിടെ നിന്ന് ജോലി ചെയ്യുന്നുള്ളത് വലിയ കഷ്ടമാണല്ലോ. അത് ഞങ്ങൾ എന്ത് ചെയ്യാനൊക്കെ നമ്മളെ പ്രാരാബ്ധക്കാരാണ്. അന്ന് ഓടിയാണ് ഇത് ജീവിക്കുന്നത്. 35 വർഷം കൊണ്ട് ആട്ടോ ഓടിക്കുക. ഇവിടെ തന്നെ നടന്നു ഓടുന്നത്. നമ്മളിതും സഹിക്കണം, പിന്നെ അപ്പുറം സഹിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ആൾക്കാർ മൂത്രപ്പടിക്കകത്ത് കയറി തന്നെ മൂക്ക് പൊത്തിവിട്ടാണ് കയറുന്നത്. ആ ഒരു സ്ഥിതിയാണ് വരുന്നത്. വലിയ കഷ്ടമല്ലേ? ഇപ്പോൾ ഈ ടോയ്ലറ്റ് കൂടെ വന്നിട്ട് 25 വർഷത്തോളമാവും. അത് കെട്ടിയത് നോർത്ത് ഇന്ത്യൻ പാർട്ടിയാണ്. ഇവിടെ ഒന്ന് കെട്ടി, ബീച്ച് റോഡിലും പുളത്തോളിലും കെട്ടി. എന്നിട്ട് അവർ 15 കൊല്ലത്തെ കാലാവധിക്ക് അവർ അവിടെ ഇരുന്നു. അന്ന് വൃത്തിയായിരുന്നു. ടാങ്കർ ലോറിക്കകത്ത് വെള്ളം വരെ കൊണ്ടു. അന്ന് എല്ലാം വൃത്തിയായിരുന്നു. അവരുടെ കാലാവധി കഴിഞ്ഞ് പോയപ്പോൾ ഇവർ വാടക കൊടുക്കാം, ആർക്കെങ്കിലും ടെൻഡർ വിളിക്കാൻ കൊടുക്കും. അങ്ങനെ ആയപ്പോൾ ഇവിടെ വൃത്തിയില്ല, വെള്ളമില്ല. പോരെങ്കിൽ ആ സ്റ്റാൻഡിലെ അഴുക്കുകളെല്ലാം കൊണ്ടിടുന്നു. ഇവിടെ ജ്യൂസ് അടിക്കുന്നതിൻ്റെ എല്ലാം ഇവിടെ കൊണ്ടുവരും. ആ ഉണക്ക സമയത്ത് ഇത്തിരി കരിയിലൊക്കെ വാരിയിട്ട് തീ പറ്റിക്കും. ആ ഓടയെന്ന് പറഞ്ഞാൽ ചില സമയത്ത് കൊതുവും വാടക കൊണ്ട് നിൽക്കാൻ പറ്റില്ല. അങ്ങനെ അവരിപ്പോൾ ശ്രദ്ധിക്കുന്നില്ല. എങ്ങനെയെങ്കിലും കാശ് വാങ്ങിക്കാൻ ആളുകൾ വരും. മഴ സമയത്ത് ഇപ്പോൾ ടോയ്ലറ്റ് പോകുന്ന ഒരു ക്യൂവാ. വെള്ളമെല്ലാം എല്ലാവരും ഇങ്ങനെയാണ് കയറുന്നത്. അല്ല, മഴ സമയമാകുമ്പോഴേക്കും ഈ മാൻഹോളുകളെല്ലാം നടക്കാൻ പറ്റാത്ത സ്ഥിതിയാവുമല്ലോ. അവിടെ യാത്രക്കാർ ഈ സൈഡിൽ വരത്തേയില്ല.
നമ്മൾ ബസ് സ്റ്റാൻഡ് പോകണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിൽ കൂടെ പോകാനൊക്കത്തുള്ളൂ. മണിക്കൂറുകൾ കഴിഞ്ഞ് പിന്നെ പടിഞ്ഞാറ് അറ്റം ഒരു ഓടയുണ്ട്, അവിടെ നമ്മൾ ആരെങ്കിലുമൊക്കെ കമ്പി കൊണ്ട് കുത്തി കുറച്ച് വെള്ളം പോയി കഴിയും. അങ്ങനെ ഇവിടെ നിലവായി ഇത് ആരും ശ്രദ്ധിക്കുന്നില്ല, ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. ഇവിടെ എല്ലാവരും ഇവിടെ പരാതികളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആരും അവരിവിടെ ഇരുന്ന് ആരെങ്കിലും വരുമ്പോൾ കാശ് വാങ്ങിക്കുന്നതല്ലാതെ വൃത്തിയില്ല. പക്ഷേ ആ ഓട ഉണ്ടോ, അപ്പം നിനക്ക് ഓട നോക്കും. അനിൽ നമ്പ്യാർ, അത് തന്നെയാണ്, ബന്ധപ്പെട്ട അധികാരികൾ ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് ഇവിടുത്തെ പറയുന്നത് അല്ലേ? അത്രേ ഉള്ളൂ. ഇവിടുത്തെ നമ്മൾ എന്ത് പറഞ്ഞാലും അവരാരും തിരിഞ്ഞു നോക്കത്തില്ല അധികാരികൾ. നമ്മളിവിടുത്തെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ അടുത്ത് പറയുന്നത് എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട്, ഇവിടെ ആരും തിരിഞ്ഞു നോക്കത്തില്ല. ഇവരാരും ആൾ വരും, ഇവിടെ ആൾ വരും, എവിടെ വരുന്നത് നമ്മൾ തന്നെ കുറച്ച് പേര് ചില സമയത്ത് നമ്മൾ പറയും വാരി ഒതുക്കും, അങ്ങോട്ട് ചവറല്ല. ഇതിന്റെ ഇവിടേക്ക് നിന്ന് ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥതയോ രോഗം എന്തെങ്കിലും? നമുക്കുണ്ട്, നമുക്ക് ഈ ശ്വാസം മുട്ടെല്ലാം വരും ഇവിടുത്തെ ഈ അഴുക്കിൻ്റെ സ്മെല്ലടിക്കുന്നുണ്ട്, നമ്മൾ ശ്വാസം മുട്ടെല്ലാം ഉണ്ടാകുന്നുണ്ട്. പിന്നെ നിത്യം നമ്മൾ ഇവിടെ കിടന്നൊക്കെ ഓടുന്നുണ്ട്, നമ്മൾ ജീവിച്ചു പോകുന്നു. അനിൽ നമ്പ്യാർ, അത് തന്നെയാണ്, ഇവിടെ നിന്ന് ജോലി ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ്. അതായത് വലിയ മാലിന്യ കെട്ട് തന്നെയാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ മൂത്രപ്പുരയുടെ പിറകുവശത്താണ്. അവിടെ നിന്ന് ആ മൂത്രപ്പുരയിൽ ആളുകൾ ഉപയോഗിക്കുന്ന വെള്ളമെല്ലാം ഇതിന് തൊട്ടുപിറക്കുള്ള ഒരു ഓടയുണ്ട്. ഈ ഓട ചെന്നെത്തുന്നത് അഷ്ടമുടി കായലിലേക്കാണ്. ആ ഓടയിലേക്കാണ് വന്ന് വീഴുന്നതെല്ലാം. അവിടുന്ന് വെള്ളം വീഴുകയും ഇവിടുന്ന് ആ ഒഴുകി മലിനജലം അഷ്ടമുടി കായലിനെ കൂടി മലിനമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചെല്ലുകയും ചെയ്യും. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കും, കൊതുക് മുട്ടയിട്ട് പെരുകി കിടക്കുന്ന സാഹചര്യമാണ്. അതുപോലെ തന്നെ മാലിന്യങ്ങൾ, മലവിസർജനം അടക്കമുള്ള മാലിന്യങ്ങൾ ഇതിനകത്ത് ഈ ഓടയിൽ തന്നെ കാണാൻ കെട്ടിക്കിടക്കുന്ന ഒരു കാഴ്ച. താങ്കളും ക്യാമറാമാനും മാസ്ക് ധരിക്കുക, അത്യന്തം ശോചനീയമാണ് കാഴ്ച. പ്രശാന്ത്, ഒരു കാര്യം കൂടി. പ്രശാന്ത്, കൊല്ലം കോർപ്പറേഷൻ ഭരിക്കുന്നത് CPM ആണ്. നിയമസഭയിൽ കൊല്ലത്തിൻ്റെ പ്രതിനിധി മുകേഷ്, അദ്ദേഹം നല്ല നടനൊക്കെയാണ്, പക്ഷേ നല്ല ജനപ്രതിനിധിയല്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. മുകേഷിൻ്റെ വീട് കൊല്ലം നഗരത്തിൽ തന്നെയാണ്. മുകേഷിന് ഒന്നിറങ്ങിയാൽ മതി, ഈ കാഴ്ചകളൊക്കെ അദ്ദേഹം കണ്ടിട്ടുണ്ടാവും. പക്ഷേ എന്താണ് തടസ്സം? എന്തുകൊണ്ട് ഇതൊന്നും വൃത്തിയാക്കുന്നില്ല? തീർച്ചയായും അനിൽ നമ്പ്യാർ, അത് തന്നെയാണ് ഇവിടുന്ന് പ്രദേശവാസികളും അതുപോലെ തന്നെ ഇവിടെ ഈ സ്ഥലത്ത് ഉള്ള നിരവധി ആളുകൾ നമ്മളോട് പറയുന്നത്. മാത്രമല്ല, അധികൃതർ ആരും ഇവിടേക്ക് എത്തുന്നതേ ഇല്ല. വലിയ ബുദ്ധിമുട്ട്, വലിയ കഷ്ടം. നമ്മളിനി അടുത്തേക്ക് പോകുന്നത് ഇതിന് തൊട്ടടുത്തേക്കാണ് മാറുന്നത്. അതായത് ഈ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെ ഒരു കിണറുണ്ട്, സമീപത്തായിട്ട് തന്നെയാണ്. ആ കിണറ്റിന്റെ വെള്ളമാണ് ഇവിടുത്തെ ആളുകളെല്ലാം ഉപയോഗിക്കുന്നത്. അതിന്റെ ഒരു കാഴ്ച കൂടി പങ്കുവെച്ചു തരാം. അതായത് വലിയ കഷ്ടത്തിലാണ്. ആ ഓടയോട് ചേർന്ന് ഒരു ഓട ഒഴുകുന്നുണ്ട്, അതിനോട് ചേർന്നാണ് ഈ കിണർ സ്ഥിതി ചെയ്യുന്നത്. ആ കിണറ്റിന്റെ ഒരു ശോചനീയ അവസ്ഥ പറഞ്ഞിരിക്കാൻ വയ്യാത്തതാണ്. മലിനജലങ്ങളെല്ലാം ഈ കിണറും മലിനമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമുക്ക് അവിടേക്കാണ് പോകുന്നത്. ആ കിണറിന്റെ ഒരു കാഴ്ച കൂടി നമുക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കേണ്ടതുണ്ട്. അതായത് ഇതാണ് ഞാൻ ഈ കാണുന്നതാണ് ആ കിണർ. ഈ കിണറ്റിന്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇതിന് തൊട്ടുപിറക്ക് ഇതിന്റെ ഒരു പുറകിലൂടെയാണ് ഈ ഓട ഒഴുകുന്നത്. അതിനോട് ചേർന്നാണ് ഈ കിണർ സ്ഥിതി ചെയ്യുന്നത്. ഇതിലെ അകത്തേക്ക് നോക്കിയാൽ കൂട്ടാതി അടക്കം അതുപോലെ തന്നെ കൊതുക് മുട്ട. മാലിന്യത്തിൽ മുങ്ങിയ കൊല്ലം സിവിൽ സ്റ്റേഷനെ നമ്മൾ കണ്ടതാണ്. അതിൽ നിന്നൊട്ടും തന്നെ വ്യത്യസ്തമല്ല കൊല്ലത്തെ KSRTC ബസ് സ്റ്റാൻഡ്. KSRTC ബസ് സ്റ്റാൻഡിലെ ദയനീയമായിട്ടുള്ള കാഴ്ചകൾ, മാലിന്യ കാഴ്ചകൾ ആണ് പ്രശാന്ത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. രണ്ടാഴ്ചക്കിടെ 14ഓളം ജീവനക്കാർക്കാണ് ഇവിടെ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. നിരവധി യാത്രക്കാർ വന്നെത്തുന്ന കൊല്ലം KSRTC ബസ് സ്റ്റാൻഡും പരിസരവും വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് പ്രവർത്തിക്കുന്നത്. കൊല്ലം കോർപ്പറേഷൻ ഭരിക്കുന്നത് CPM ആണ്. നിയമസഭയിൽ കൊല്ലത്തിൻ്റെ പ്രതിനിധി മുകേഷ്, അദ്ദേഹം CPM നേതാവാണ്. പക്ഷേ എന്തുകൊണ്ട് ഇത്തരം ജനകീയ വിഷയങ്ങളിൽ, ഇത്തരം മാലിന്യ പ്രശ്നങ്ങളിൽ എന്തുകൊണ്ട് സക്രിയമായി അവരുടെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. വീണ്ടും പ്രശാന്തിലേക്ക് പോകുന്നു. പ്രശാന്ത്, തുടരാം. അനിൽ നമ്പ്യാർ, ജില്ലയിൽ ഒന്നാകെ ഈ പകർച്ചപ്പനി പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല 5ഓളം പേർ ഈ ഡെങ്കു ബാധിച്ച് മരിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു സാഹചര്യമാണ്. എലിപ്പനി ബാധിച്ച് 5ഓളം പേര് മരിക്കുകയും ഡെങ്കിപ്പനി ബാധിച്ച് ഒരാളും മരിക്കുന്ന ഒരു സാഹചര്യം ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഈ ഗ്രാമനഗര വ്യത്യാസങ്ങളില്ലാതെ എല്ലായിടത്തും ഡെങ്കിപ്പനി പടർന്നു പിടിക്കുകയാണ്, പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ കൊല്ലം ജില്ല പോകുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ KSRTC ബസിന്റെ തൊട്ട് സമീപത്തുള്ളൊരു കിണറാണ്. ആ കിണറിനോട് ചേർന്നൊരു ഓട ഒഴുകുന്നുണ്ട്. ആ കിണറിലാണെങ്കിൽ തകരം വെച്ച് മറച്ചു വെച്ചിരിക്കുകയാണ്. അതിനൊരു അടപ്പും ഇവർ വെച്ചിട്ടുണ്ട്. അത് തുരുമ്പെടുത്തിരിക്കുന്ന നിലയിലാണ് ഈ അടപ്പ് ഉള്ളത്. ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ കിണറിനകത്ത് തന്നെ വെള്ളം കെട്ടിയിട്ട് മലിനജലം
പോലെയാണ്, ഒരു മലിനക്കുളം തന്നെയായിട്ടാണ് ഇരിക്കുന്നത്. എന്തൊക്കെയോ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബീഡിക്കുറ്റിയൊക്കെ ആണെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് കിടക്കുന്നത്. മാത്രമല്ല ഈ കൊതുക് മുട്ടയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കൂത്താടികളെല്ലാം കിടക്കുന്നു. ഇതിലും ഈ വെള്ളമാണ് ഇവിടുത്തെ ചായക്കടകൾ, ഇതിനോട് ചേർന്നുള്ള ചായക്കടകളിൽ ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഈ ഇവിടുത്തെ ജീവനക്കാർ കൈ കഴുകാനും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് ഈ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആ കിണറ്റിലെ അവസ്ഥയാണ്. ഈ കിണറ്റിൽ നിന്ന് എടുക്കുന്ന വെള്ളമാണ് ഇവിടെ ചായ ഇട്ട് കൊടുക്കുകയും ചായക്കടകൾ പ്രവർത്തിക്കുകയും മറ്റ് കടകൾ പ്രവർത്തിക്കുകയും ജ്യൂസ് കടകളുണ്ട്. ഇതെല്ലാം പ്രവർത്തിക്കുന്നതല്ല ഇവിടുത്തെ ഈ വെള്ളം, ഈ കിണറ്റിൽ വെള്ളം ഉപയോഗിച്ചാണ്. ഇതിൽ ഒരു നടപടി ഇതുവരെ ഉണ്ടാകുന്നില്ല. ഇതിനോട് ചേർന്നാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളോട് കാണാം, ആ കിണറിനോട് ചേർന്നാണ് ഈ ഓട ഒഴുകുന്നത്. ഈ ഓടയിലെ വെള്ളം കൂടി അരിച്ച് ഈ കിണറ്റിലേക്ക് ഇറങ്ങാനുള്ള സാഹചര്യവും സാധ്യതയൊക്കെ ഉണ്ട്. ആ ഒരു അവസ്ഥ കൂടിയാണ് ഇവിടുത്തെ ഈ ഭാഗത്തെ കാര്യം പറയുകയാണെങ്കിൽ. ഇനി അതിന് തൊട്ടടുത്ത് തന്നെയാണ് മറ്റ് ഈ സ്റ്റാഫുകൾക്ക് വേണ്ടി ഒരു മൂത്രപ്പരയാണെന്നാണ് തോന്നുന്നത്. സ്റ്റാഫ് ഒള്ളി എന്ന് പറഞ്ഞ് ആ രീതിയിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു മൂത്രപ്പരയുണ്ട്. അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗമാണ്. ഇപ്പോഴാണ് ഇവിടുത്തെ ആളുകളൊക്കെ എത്തി ഈ നിൽക്കുന്നൊരു സാഹചര്യമുള്ളത്. അതിവിടെ സ്റ്റാഫ് ഒള്ളി എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു മൂത്രപ്പരയാണെന്നാണ് പ്രാഥമിക ദൃഷ്ടിയിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. എന്നാൽ അതിലേക്ക് കയറാൻ പറ്റാത്ത നിലയാണ്, പൂട്ടി അടച്ചിട്ടിരിക്കുകയാണ്. ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശങ്ങളെല്ലാം മാലിന്യം കുന്നുകൂടി കിടക്കുകയാണ്. ഈ ഡ്രൈനേജ് വേസ്റ്റ് അടക്കം ഇതിലുണ്ട് എന്നതാണ് വാസ്തവം. ഈ എങ്ങനെയാണാവോ ഇവിടുത്തെ ജീവനക്കാർ ഇവിടെ നിന്ന് ജോലി ചെയ്യുന്നത് അവരെ സമ്മതിക്കിട്ടിരിക്കുന്നത്. ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇവിടെ നിന്ന് ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് വലിയ കഷ്ടമാണ്. ഇത്തരത്തിലാണ് ഇവിടുത്തെ ഈ കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിലെ അവസ്ഥ എന്ന് പറയുന്നത്. ഇതിൽ ഈ നിലവിൽ ഇപ്പോൾ മഴ തോർന്നു നിൽക്കുന്നു, വെള്ളക്കെട്ടൊന്നും ഇപ്പോൾ ഈ പ്രദേശത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ രീതിയിൽ കാണുന്ന സാഹചര്യം. മാത്രമല്ല മഴ പെയ്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാവും, വെള്ളം കെട്ടി നിൽക്കും. അതോടൊപ്പം തന്നെ ഇതിലേക്ക് ഈ ഡ്രൈനേജ് വേസ്റ്റ് അടക്കം അരിച്ചിറങ്ങുന്ന സ്ഥിതിയുമൊക്കെ ആവും. അത്തരമൊരു സ്ഥിതിയിലാണ് ഇവിടെ ഈ ആളുകളൊക്കെ വരികയും പോവുകയൊക്കെ ചെയ്യുന്നത്. വലിയ ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്കുണ്ടാകുന്നത്. നിരവധി ആളുകൾ ഈ കൊല്ലം ബസ് സ്റ്റാൻഡിനെ ആശ്രയിക്കുന്നവരാണ്. പല സ്ഥലത്തേക്ക് പോകുന്നവരെല്ലാം, അത് ഈ തെങ്കാശി മേഖലയ്ക്കായാലും ശരി, അല്ലെങ്കിൽ ഈ എറണാകുളം ഭാഗത്തേക്കായാലും ശരി, അല്ലെങ്കിൽ മറ്റ് ഭാഗങ്ങളിലേക്ക് ഒക്കെ പോകുന്നവരെല്ലാം ഈ കൊല്ലം ജില്ലയെ ഒരു സെൻട്രായി നിന്നുകൊണ്ട് ഇവിടെ ആശ്രയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നൂറുകണക്കിന് ആളുകൾ ദിനവും ഇവിടേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അവർക്ക് പ്രാഥമിക കൃത്യങ്ങൾ നടത്തുന്നതിന് പോലുമുള്ള ഒരു സൗകര്യം ഇവിടെ ഇല്ല. ഒരു പേരിന് ഒരു ശുചിമുറിയുണ്ട്, ഒരു ശൗചാലയം ഇവിടെ ഉണ്ടെങ്കിൽ പോലും ആ ശൗചാലയത്തിനുള്ളിൽ പോലും കയറാൻ പറ്റില്ലെന്നാണ് ഇവിടെ നിന്ന് ആളുകൾ പറയുന്നത്. അത്തരത്തിൽ ഉള്ള ഒരു ദുരന്ത അവസ്ഥ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. എങ്ങും മലിനജലം കിടക്കുന്ന ഒരു സാഹചര്യം. മാത്രമല്ല വെള്ളക്കെട്ടുകൾ ഉണ്ട്, ഈ ഡ്രൈനേജ് മാലിന്യങ്ങൾ കിടക്കുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഈ മൂത്രപ്പുരയിലെ വെള്ളം, ആ വെള്ളം അല്ലെങ്കിൽ ആ മലിനജലം, അതുപോലെ തന്നെ വേസ്റ്റ് എല്ലാം ഈ ഓടയിലേക്ക് ഇറങ്ങുന്നു. അത് തൊട്ടടുത്തുള്ള നദിയെ കൂടി മലിനമാക്കുന്നു. ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു സാഹചര്യം കിടക്കുന്നത്. വലിയ ബുദ്ധിമുട്ട് ജനങ്ങൾ, പ്രദേശവാസികളെല്ലാം വലിയ ബുദ്ധിമുട്ട് ആണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ പ്രദേശത്ത്, അതായത് ഈ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്ന KSRTC ബസ്സുകളെല്ലാം പാർക്ക് ചെയ്യുന്ന സ്ഥലത്തിന്റെ പുറകുവശം കൂടിയാണ് നമ്മൾ കാണിക്കുന്നത്. ഇതാണ് അവസ്ഥ. ആ പാർക്ക് ചെയ്യുന്ന പുറകുവശത്തും ഇതുപോലെ മാലിന്യം കെട്ടിക്കിടക്കുകയാണ്. ഓട നിർമ്മിച്ചിട്ടുണ്ട്, പേരിനൊരു ഓട നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും പകുതിയോളം ആ നിർമ്മാണം പകുതി വരെ നിർത്തിവെച്ചിരിക്കുകയാണ്. അവിടെയും ഈ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്തെല്ലാം കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നുണ്ട്. അതുപോലെ തന്നെ വേസ്റ്റുകൾ കുന്നുകൂടി കിടക്കുന്നുണ്ട്. ഇവിടേക്ക് അതായത് മറ്റ് മാലിന്യങ്ങൾ, ഈ മലമൂത്ര വിസർജനം നടത്തിയതിൻ്റെ ആ വിസർജനം തന്നെയാണെന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ രീതിയിലേക്ക് വെള്ളം അരിച്ചിറങ്ങുന്ന, ആ വെള്ളവും കൂടി കലർന്ന് ഈ ഓടയിലേക്ക് കിടക്കുന്നു. ഇങ്ങനൊരു സാഹചര്യം. ഇവിടെയാണ് ഈ നിരവധി ആളുകൾ ഇവിടേക്ക് ഈ വന്നു പോകുന്നതെന്ന് ഓർക്കുമ്പോഴാണ് ഏറ്റവും പേടി തോന്നുന്നത്. കാരണം ഇത്തരത്തിൽ അസുഖങ്ങൾ പടർന്നു പിടിക്കുമ്പോൾ ഇവിടുത്തെ വെള്ളം ഉപയോഗിച്ച് ചായ ആയാലും ശരി, ജ്യൂസ് ആയാലും ശരി, ഇതൊക്കെ വാങ്ങിച്ച ആളുകൾ കഴിക്കുമ്പോൾ അസുഖവുമായി തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യമാണ് ഈ KSRTC ബസ് സ്റ്റാൻഡിലെത്തുന്ന ജനങ്ങൾക്ക് ഉണ്ടാകുന്നതെന്ന് കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ നഗരസഭ, കോർപ്പറേഷനുണ്ട്, കൊല്ലം കോർപ്പറേഷനുണ്ട്. അതുപോലെ തന്നെ കൊല്ലത്തിനൊരു MP യുമുണ്ട്, മുകേഷാണ്. അദ്ദേഹം നല്ല നടനാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ നാട്യങ്ങളൊന്നും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തന മികവൊന്നും ഇത്തരം കാര്യങ്ങളിൽ, ഇവിടുത്തെ മാലിന്യ നിർമ്മാർജ്ജനത്തിനായിക്കോട്ടെ, അല്ലെങ്കിൽ തന്നെ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ കൊല്ലത്ത് ഒരുക്കുന്നതിലായിക്കോട്ടെ, അത്തരം കാര്യങ്ങളൊന്നും കൊല്ലത്തെ KSRTC ബസ് സ്റ്റാൻഡ് മാലിന്യ കൂമ്പാരത്തിൻ്റെ നടുവിലാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. 2 ആഴ്ചക്കിടെ 14ഓളം ജീവനക്കാർക്കാണ്, KSRTC ജീവനക്കാർക്കാണ് ഇവിടെ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. നിരവധി യാത്രക്കാർ ദിവസവും വന്നെത്തുന്ന കൊല്ലം KSRTC ബസ് സ്റ്റാൻഡ് പരിസരം വൃത്തിഹീനമായിട്ടുള്ള ഈ സാഹചര്യം, അത് കൊല്ലം കോർപ്പറേഷൻ അധികൃതർ മനസ്സിലാക്കുക, കൊല്ലത്തിൻ്റെ MLA മനസ്സിലാക്കുക, കൊല്ലത്തിൻ്റെ MP മനസ്സിലാക്കുക. അടിയന്തര ഇടപെടൽ ആണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. നന്ദി പ്രശാന്ത്, ഇത്രയും വിശദമായി റിപ്പോർട്ട് ചെയ്തതിന്.